അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ ശ്രേഷ്ഠമായ അവസാനത്തെ പത്തിലെ 23-ാം രാവിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്നിൻ്റെ അസ്തമയത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാനു ശരീഫിലെ ശ്രേഷ്ഠമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് കൂടിയാണ് ഇന്നിൻ്റെ അസ്തമയത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുന്നത്. മാത്രവുമല്ല, ഒരു പക്ഷേ ഇനി പരിശുദ്ധ റമദാനിൽ നമുക്കൊരു വെള്ളിയാഴ്ച രാവ് കിട്ടിക്കൊള്ളണം എന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവിനെ എല്ലാ അർത്ഥത്തിലും വിശ്വാസികളായ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളിൽ എന്ത് ചൊല്ലണമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റൊക്കെ നേരത്തെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകപ്പെടുന്ന രാത്രികളാണ് പരിശുദ്ധ റമദാനു ശരീഫിലെ അവസാനത്തെ 10 രാത്രികൾ എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നരകത്തിൻ്റെ കഠിനാൾ കഠോരമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നരകം അവർക്ക് ഹറാമാണ് എന്നാണ്. അത് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായിരിക്കുന്ന അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഫഇന്നഹാ ലാ തകൂനു ആഖിറു കലാമി ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. കാരണം ഒരു മുസ്ലിമായിരിക്കുന്ന മനുഷ്യൻ്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവന് നരകം ഹറാമാണ് എന്നാണ്. നമ്മളൊക്കെ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അള്ളാഹു